വീണ്ടും അശ്വതിയിലേക്ക് എത്തുമ്പോൾ ആരാണ് കൂടെയുള്ളത്? എന്റെ കൂടെ ഓട്ടം തുള്ളൽ കലാകാരിയാണുള്ളത്. പേര് പറയും. നിരഞ്ജന രതീഷ്. എവിടുന്ന വരുന്നത്? ഞാൻ തിരുമാറാടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിക്കുന്നത് പാലായില. എറണാകുളം. അതെ അതെ. ഓ, ഞങ്ങളുടെ അടുത്ത നാട്ടുകാരിയാട്ടോ. തിരുമാറാടിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ +1. ഇതിന്റെ റിസൾട്ട് വന്നോ? ആ, എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡോട് കൂടി തിരുമാറാടിയിൽ നിന്ന്, അതായത് പിറവത്തിനടുത്ത് കൂത്താട്ടുകുളം തിരുമാറാടിയിൽ നിന്ന് വന്നിരിക്കുന്ന എൻ്റെ നാട്ടുകാരി ആയിട്ടുള്ള ആളാണ്. ആളുടെ പെർഫോമൻസ് ആണ്. ഏത് സ്കൂളാണ്? ഞാൻ പാലാ സെന്റ് മേരീസ്. പാലാ സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആളുടെ പെർഫോമൻസ് ആണ് നമ്മളൊരു ചെറിയ ഒരു ഭാഗം നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ടിലേക്ക് വെക്കണം, കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കാം, ഫ്രണ്ടിലേക്ക് വെക്കാം, മൈക്ക് ഫ്രണ്ടിലേക്ക് വെക്കാം. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമീ എന്നോരു ചാരു സ്വരൂപം വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ. ഈ വാദ്യമേളങ്ങളുടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? വാദ്യോപകരണങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഗണപതി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അതെ അതെ, ഗണപതി ആദ്യം. ഗണപതിയുടെ കഥയല്ല, കഥ കിരാതമാണ്. എന്തായാലും ആ ചെറിയൊരു ഭാഗമാണ്, ഗണപതിയെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ വാദ്യമേളങ്ങളുടെ, അതായത് വാദ്യോപകരണങ്ങളുടെ ഒരു പിന്തുണയില്ലാത്തത് ഒരു ചെറിയ പ്രശ്നമായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും എ ഗ്രേഡ് കിട്ടിയ ആളാണ്, ചെറിയ ആളൊന്നുമല്ല, എ ഗ്രേഡ് കിട്ടിയ, സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള ആളാണ്. എന്തായാലും എങ്ങനെയാണ് ഈ തുള്ളൽ ആരാണ് പഠിപ്പിക്കുന്നത്? എന്നെ പഠിപ്പിച്ചത് കുറിച്ചിത്താനം ജയകുമാർ സാറാണ് പഠിപ്പിച്ചത്. ആദ്യമായിട്ട് ഞാനിത് കലോത്സവത്തിന് വേണ്ടി ആദ്യമായിട്ട് പഠിച്ചതാണ്. ആദ്യമായിട്ട് പഠിച്ച് എ ഗ്രേഡ് വാങ്ങിയതാണ് ഇവിടെ. ഓക്കെ, അതിനെന്തായാലും ഒരു വലിയ കയ്യടി. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒപ്പന മത്സരത്തിൽ